സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 21 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം റിവിഷൻ സീരീസ് ഏതിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമിൻ്റെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസ് വന്ന വിവരം, അതുപോലെ തന്നെ എക്സാം ഡേറ്റ് വന്ന വിവരം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് വെച്ചിട്ട് നമ്മൾ റിവിഷൻ സീരീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ് വരെ മൊഡ്യൂൾ 5 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 6 ആണ് എടുക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 6ൽ എന്താണ് പറയുന്നത്? ക്വാണ്ടിറ്റി സർവേയിങ് ആണ് അല്ലേ? ക്വാണ്ടിറ്റി സർവേയിങ് ആണ് മൊഡ്യൂൾ 6ൽ വരുന്നത്. ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നമുക്ക് സിലബസ് ആദ്യം നോക്കാം, എന്നിട്ട് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന പോർഷൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ക്വാണ്ടിറ്റി സർവേയർ, ഡ്യൂട്ടീസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ, എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ, എസ്റ്റിമേഷൻ, അതിൻ്റെ ടൈപ്സ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്, പിന്നെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് ഓഫ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, പിന്നെ പ്രോബ്ലംസ്, പിന്നെ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഐറ്റംസ് ആസ് പെർ സ്റ്റാൻഡേർഡ്, പിന്നെ സൺട്രീസ്, ലംസം, ലീഡ് ആൻഡ് ലിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കണ്ടിജൻസീസ്, അൺഫോർസീൻ ഐറ്റംസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ, ട്രപ്പിസോയിഡൽ, മിഡ് സെക്ഷണൽ, മീൻ സെക്ഷണൽ, ട്രപ്പിസോയിഡൽ ഫോർമുല, അതുപോലെ തന്നെ ട്രപ്പിസോയിഡൽ ഫോർമുല അല്ലേ, കമ്പ്യൂട്ടേഷൻ ഓഫ് എർത്ത് വർക്ക് ഫ്രം ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻസ് ആൻഡ് ക്രോസ് സെക്ഷൻ, നമ്പർ ഓഫ് ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്, അതുപോലെ തന്നെ കപ്പാസിറ്റി ഓഫ് റിസർവോയർ for contour maps, different methods of taking out quantities, centerline methods, long and short wall methods, compute quantities of a compound wall, step, doors, windows, ventilator, cost of materials at source and at site, conveyance charges, standard data book, schedule of rates, lump sum items, extra labors, contractors for profit, conveyance, statement for different materials, then schedule of rates, labors and material, analysis of rate, preparation of standard data of CPWD with the specification as per CPWD standards, rules of measurements, measurement rules regarding tolerance of wastage, material, general rules of taking measurements as per CPWD standard, abstract of estimate, preparation of abstract estimate, detailed estimate, preparation for building with gabled roof, building with hipped roof, പിന്നെ അതുപോലെ തന്നെ building with valley, 2-storied building, residential and office, abstract of estimate, preparation for building with gabled roof, building with hipped roof, building with valley, 2-storied building, residential and office, അതുപോലെ തന്നെ detailed estimate and abstract for estimate for septic tank and soak pit. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് RCC beam, slab, column and preparation of bar bending schedule, detailed estimate of aqueduct, detailed specification for various item of work of earthwork, excavation, foundation, concrete, masonry work, DPC, പിന്നെ form work, RCC, plastering, pointing, flooring, painting and polishing, RC specification for WBM road, preparation of plans, estimates and other documents for submission of definition of valuation. നമുക്ക് വാല്യുവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് ഗവേണിംഗ് വാല്യുവേഷൻ, ലൈഫ് ഓഫ് സ്ട്രക്ചർ, ടൈപ്പ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, മെയിൻ്റനൻസ്, ലീഗൽ കൺട്രോൾ, സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ, ഇതൊക്കെ എന്താണെന്നുള്ളതിൽ സിങ്കിങ് ഫണ്ട്, ആന്വിറ്റി ആൻഡ് ഡിപ്രിസിയേഷൻ, പിന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ, ഏതൊക്കെ മെത്തേഡാണ്? റെൻ്റൽ മെത്തേഡ്, ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് കോസ്റ്റ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്, ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്സ് അല്ലേ? കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ലാൻഡ് വാല്യുവേഷൻ, പ്രോബ്ലംസ്. അപ്പം ഇതാണ് ഒരു വൈഡ് സിലബസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ
മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ ചിലത് പുതിയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ എസ്റ്റിമേഷനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ, ചിലപ്പോൾ ഇത് വൈഡ് സിലബസ് ഇങ്ങനെ തന്നതായിരിക്കും, മുന്നേ ഉള്ളൊരു സിലബസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സിലബസ് തന്നിട്ടുള്ളത്. അപ്പം അതേ സെയിം കോപ്പി പേസ്റ്റ് ആയിരിക്കും, ചിലപ്പം ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുക. പിന്നെ നിങ്ങൾക്കതൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ എക്സ്ട്രാ അന്വേഷിച്ച് പഠിക്കുന്നതായിരിക്കും നന്നാവുക. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നടക്കാം അല്ലേ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബേസിക്കായിട്ട് എസ്റ്റിമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് അല്ലേ, എസ്റ്റിമേറ്റിൻ്റെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് നമുക്ക് നോക്കാം. പിന്നെ സാങ്ഷനും കാര്യങ്ങളും അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് എസ്റ്റിമേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, പിന്നെ സാങ്ഷൻസ്, പിന്നെ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് അല്ലേ, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റും, പിന്നെ നമുക്ക് ടെക്നിക്കൽ ടേംസ് അല്ലേ. ടെക്നിക്കൽ ടേംസ് നിങ്ങൾക്ക് അറിയാലോ, കണ്ടിജൻസീസ്, പെർസെൻറ്റേജ്, ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് അല്ലേ. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എസ്റ്റിമേഷൻ അല്ലേ. എസ്റ്റിമേഷൻ എന്താണ്? എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ എസ്റ്റിമേഷൻ എന്താണ്? വർക്ക്ഔട്ട് എക്സാക്ട് ക്വാണ്ടിറ്റി ആണ് അല്ലേ. വർക്ക്ഔട്ട് എക്സാക്ട് ക്വാണ്ടിറ്റി ആണ്. എക്സാക്ട് ക്വാണ്ടിറ്റീനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടിയിട്ട് നമുക്കിപ്പം എസ്റ്റിമേഷൻ്റെ ബേസിക് ആയിട്ട് എന്താണ്, നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം അല്ലേ, അതിന് എത്ര എമൗണ്ട് ആവുമെന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ലാണ്ട് അതിൻ്റെ മുന്നേ നമ്മളൊരു വാല്യൂസ് പറയും അല്ലേ, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും അല്ലേ. ഇപ്പം എല്ലാവർക്കും എസ്റ്റിമേഷനൊക്കെ എന്താണെന്നൊക്കെ എല്ലാവരും അറിയണ്ടാവും. എസ്റ്റിമേഷൻ പോസ്റ്റിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ പറയാല്ലേ, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എസ്റ്റിമേഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കാൽക്കുലേറ്റ് ചെയ്യും, അതിൽ നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഓരോ ചേഞ്ചസ് വരുന്നതിൽ അതുപോലെ തന്നെ സാങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ട. ബേസിക് ആയിട്ട് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് എക്സാക്ട് ക്വാണ്ടിറ്റീസ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണെങ്കിൽ എസ്റ്റിമേറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ലൈക്ലി ടു ബി ഇൻകേർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റീസ് റിക്വയർഡ് അല്ലേ ആൻഡ് എക്സ്പെൻസ്, നമുക്ക് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ക്വാണ്ടിറ്റി ഇത്ര സാധനങ്ങൾ വേണം എന്നുള്ളതും, പിന്നെ അതിന് വരുന്ന എക്സ്പെൻസിൽ നമുക്കിപ്പോൾ ബ്രിക്ക് ഒരു വാളാണ് നമ്മൾ കെട്ടേണ്ടതെങ്കിൽ ആ ഒരു ബ്രിക്ക് വാൾ ചെയ്യേണ്ടിയിട്ട് എത്ര ബ്രിക്ക് വേണം എന്നുള്ളതും, പിന്നെ ആ ഒരു ഇത്ര ബ്രിക്ക് വാങ്ങിയിട്ട് നമുക്കത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലേബറും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലും എല്ലാം കൂടെ ചെയ്തിട്ട് എത്ര എമൗണ്ട് ആവും എന്നൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ അല്ലേ, അതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ സിമ്പിളായിട്ട് വർക്ക്ഔട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് എന്താണ്? എസ്റ്റിമേറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ആൻഡ് expenditure likely to be incurred in the construction of work. ഇതിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് എസ്റ്റിമേഷൻ എന്ന് പറയാം അല്ലേ. അപ്പം എന്തിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു നോളജ് ഉണ്ടാവാനല്ലേ, നമുക്ക് കൺസ്ട്രക്ഷന് എത്ര കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു മെറ്റീരിയലും ലേബറും കൂടെ ആയിട്ട് നമുക്ക് എത്ര ടോട്ടൽ എമൗണ്ട് ആവും എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ എസ്റ്റിമേഷനിൽ നമുക്ക് നോക്കാനുള്ളതാണ് ഡാറ്റാസ് ഫോർ എസ്റ്റിമേറ്റ് അല്ലേ. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡാറ്റാസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്? ഡാറ്റാസ് ഫോർ എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, നമ്മൾ എസ്റ്റിമേറ്റ് എന്തിനാണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് എന്തൊക്കെ ഡാറ്റാസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 3ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഡാറ്റാസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. ഫസ്റ്റ് വൺ ഡ്രോയിങ്, സെക്കൻഡ് വൺ സ്പെസിഫിക്കേഷൻ, തേർഡ് വൺ റേറ്റ് അല്ലേ.
നിങ്ങളിപ്പം ഒരു എസ്റ്റിമേറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെത് കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡ്രോയിങ് വേണം അല്ലേ. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ഇപ്പം ആ ഒരു വീടിൻ്റെ റൂഫ് ഏത് ടൈപ്പാണ് വരുന്നത്, സ്ലോപ്പ്ഡ് റൂഫാണോ അല്ലെങ്കിൽ ഹാഫ് സ്ലോപ്പ്ഡ് ആയിട്ട് ഹാഫ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം. ഓരോന്നിൻ്റെ അല്ലേ നമുക്കിപ്പോൾ സെക്ഷണൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നതിന് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഡ്രോയിങ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് പ്ലാന്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു റൂമിൻ്റെ പ്ലാൻ എങ്കിൽ പിന്നെ അതിൻ്റെ എലിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്രോ ചെയ്യണം. പിന്നെ അതിൻ്റെ സെക്ഷണൽ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പം അതാണ് നമുക്ക് ആദ്യം ഡ്രോയിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് വരച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാളിൻ്റെതാണെങ്കിൽ വാളിൻ്റെ ഡ്രോയിങ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കുകയാണ് അല്ലേ. അപ്പം അതിനെ നമ്മൾ ഏത് രീതിയിലാണ് പിന്നെ കൊടുക്കുക, അതിൽ സ്പെസിഫിക്കേഷൻ കൊടുക്കും അല്ലേ. ഇത്ര സൈസിൻ്റെ ബ്രിക്കാണ് അത് യൂസ് ചെയ്യുക, പിന്നെ ഈ വാളിൻ്റെ ഹൈറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഡ്ത്ത് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ കാണിക്കില്ല. അതെല്ലാം സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് കേട്ടോ. ലെങ്ത്തും വിഡ്ത്തും മാത്രമല്ല അത് നമുക്ക് ഡ്രോയിങ് ഒന്നും മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്ന ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, ഇന്ന മെറ്റീരിയലാണ്, ഇപ്പോൾ സിമെൻ്റ് ആണെങ്കിലും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്പെസിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് അതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ റേറ്റും അല്ലേ, പിന്നെ റേറ്റ് വേണം നമുക്കിപ്പോൾ ഓരോന്നിൻ്റെതായിട്ടുള്ള റേറ്റും കൂടെ. ഇതൊക്കെയാണ് നമുക്ക് എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടത്. എന്തൊക്കെയാണ് എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടത്? ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ് അല്ലേ. സ്പെസിഫിക്കേഷനെ തന്നെ നമ്മൾ ജനറൽ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് എഴുതാം. എസ്റ്റിമേഷനിൽ നമുക്ക് ഫസ്റ്റ് ഡ്രോയിങ് വേണം അല്ലേ. ഡ്രോയിങ് എന്തിനാണ് നമ്മൾ ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്, എന്ത് കാണിക്കേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡയമെൻഷൻഡ് പ്ലാൻ അല്ലേ. ഫുൾ ഡയമെൻഷൻഡ് പ്ലാൻ, അതുപോലെ തന്നെ സെക്ഷണൽ എലിവേഷൻ, ഡീറ്റെയിൽഡ് ഡ്രോയിങ് ടു ദ സ്കെയിൽ ആർ റിക്വയർഡ് അല്ലേ. അപ്പം അതാണ് നമ്മൾ ഡ്രോയിങ് വെച്ചിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഡ്രോയിങ്ങിൽ വേണ്ട കാര്യങ്ങൾ? പ്ലാന്, സെക്ഷൻ, elevation are usually drawn to a scale ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫുള്ളി ഡയമെൻഷൻഡ് പ്ലാൻ ആയിരിക്കില്ല നമുക്ക് വേണ്ടത്. ഫുള്ളി ഡയമെൻഷൻഡ് ഇപ്പോൾ പ്ലാൻ ആണെങ്കിലും സെക്ഷൻ ആണെങ്കിലും എലിവേഷൻ ആണെങ്കിലും നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് സ്പെസിഫിക്കേഷൻ അല്ലേ. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ജനറൽ സ്പെസിഫിക്കേഷനും ഉണ്ട്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ഉണ്ട്. ജനറൽ സ്പെസിഫിക്കേഷൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചർ ആൻഡ് ക്ലാസ് ഓഫ് ദ വർക്ക്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഇൻ ജനറൽ ഐറ്റംസ് ടു ബി യൂസ്ഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ വർക്ക് അല്ലേ. അതൊക്കെയാണ് ഈ ഒരു ജനറൽ സ്പെസിഫിക്കേഷനിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ പ്രൊപ്പോർഷൻസ്, മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷൻസ്, വർക്ക്മാൻഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഓഫ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ യൂസ്ഡ് ബൈ കോൺട്രാക്ടേഴ്സ് ആണ്. ജനറൽ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ യൂസ്ഡ് ഫോർ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് നമുക്കിപ്പം സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷനിൽ ജനറൽ സ്പെസിഫിക്കേഷനും ഉണ്ട്, പിന്നെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്ര തന്നെയുള്ളൂ. നോട്ടായിട്ട് സെപ്പറേറ്റ് എഴുതുന്നില്ല. അപ്പോൾ സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ലാസ്റ്റ് വൺ റേറ്റ് ആണല്ലേ പറയുന്നത്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലേ അതിന് വേണ്ട ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ, വാല്യൂ നമുക്ക് വേണം. അപ്പം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് പെർ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്, റേറ്റ് ഫോർ വേരിയസ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വേജസ് ഓഫ് ഡിഫറെൻറ്റ് contingencies of labors etc may be obtained from the ഈ ഒരു PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക് അല്ലെ, ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കോ അല്ലെങ്കിൽ റേറ്റ് നമ്മൾ
അനാലിസിസ് റേറ്റ് അല്ലെങ്കിൽ അനാലിസിസ് മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു റേറ്റോ അല്ലേ. അപ്പം അതിനൊക്കെയാണ് നമ്മൾ റേറ്റ് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റേറ്റ് പെർ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് അല്ലേ. റേറ്റ് പെർ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൻ്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റേറ്റ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഓരോ ഇപ്പോൾ ബ്രിക്കിൻ്റെ നമ്മൾ പറഞ്ഞപ്പം അവരിന് എത്ര റേറ്റ് ആവും എന്നുള്ളത് അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനും ഡാറ്റാ ബുക്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എസ്റ്റിമേഷനിൽ നമുക്ക് ആ റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ 3 ഡാറ്റാസാണ് മെയിനായിട്ട് എസ്റ്റിമേഷന് വേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു റേറ്റിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൈസ്, അതുപോലെ തന്നെ വാല്യൂസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഇൻഡിക്കേറ്റ് ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് അനാലിസിസ് ഓഫ് റേറ്റ് ഉണ്ട് അല്ലേ. അനാലിസിസ് ഓഫ് റേറ്റ് ഞാനൊന്ന് എഴുതി തരാം. അനാലിസിസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിറ്റർമിൻ റേറ്റ് ഓഫ് എൻ ഐറ്റം അല്ലേ. ഡിറ്റർമിൻ റേറ്റ് ഓഫ് എൻ ഐറ്റം, അതിനെയാണ് നമ്മൾ അനാലിസിസ് റേറ്റ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഡാറ്റാസ് ഫോർ എസ്റ്റിമേറ്റിന് വേണ്ടത് ഡ്രോയിങ് ആണ്, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും റേറ്റുമാണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡാറ്റാ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡാറ്റാ ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സാങ്ഷനിലേക്കാണ് നോക്കേണ്ടത്. നമ്മളിപ്പം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ലെവൽ സാങ്ഷൻ കിട്ടണം, അതിൽ വരുന്ന സാങ്ഷൻസ് എന്ന് എഴുതാം. സാങ്ഷൻസിൽ ഏതൊക്കെ ലെവലിൽ നിന്നാണ് നമുക്ക് സാങ്ഷൻസ് കിട്ടി വരേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണ് ഫസ്റ്റ് വണ്ണ് പറയുന്നത്. സെക്കൻഡ് വണ്ണ് വരുന്നതാണ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ. എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ആണ്. പിന്നെ തേർഡ് വണ്ണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കൽ സാങ്ഷൻ. ടെക്നിക്കൽ സാങ്ഷൻ. അപ്പം ഇത്രയും സാങ്ഷൻസ് ആണ് നമുക്ക് എസ്റ്റിമേഷന് വേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ അക്സെപ്റ്റൻസ് ആണ്. ആ ഒരു കൺസേൺ അതോറിറ്റീൻ്റെ ഫോർമൽ അക്സെപ്റ്റൻസിനെയാണ് നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫോർമൽ അക്സെപ്റ്റൻസ് ഓഫ് കൺസേൺ അതോറിറ്റി അല്ലേ. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാങ്ഷൻ അല്ലേ. ഫൈനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സാങ്ഷനാണ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലേ കിട്ടുന്ന സാങ്ഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് വൺ ടെക്നിക്കൽ സാങ്ഷൻ അല്ലേ. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാങ്ഷൻ ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് ഡിസൈൻ അല്ലേ. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ആ ഒരു സാങ്ഷനെയാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ഏത് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, നമ്മൾ 3 സാങ്ഷൻസ് പറഞ്ഞു അല്ലേ. അപ്പം അതിൽ ഏത് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഏതാണ് നിങ്ങൾ ആൻസർ പറയുക? നമ്മൾ 3 സാങ്ഷൻ പറഞ്ഞു. ഇതിൽ നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സാങ്ഷൻ ആണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ടെക്നിക്കൽ സാങ്ഷൻ ഓൺലി വർക്ക് സ്റ്റാർട്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇതാണല്ലേ സാങ്ഷന്റെ കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് അടുത്തത് വരുന്നത്. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഏതൊക്കെ ടൈപ്പാണ് എസ്റ്റിമേറ്റ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൻ്റെത്, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൽ ഫസ്റ്റ്
മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് ഇതിനെ പറയും അല്ലേ. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും പ്രിലിമിനറി എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പൊസിഷൻസ് ഒക്കെ കാണിക്കാനല്ലേ. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് റഫ് എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണല്ലേ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് ഈ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് നോക്കാം അല്ലെ. പ്രിലിമിനറി എസ്റ്റിമേറ്റിലാണ് പിന്നെ നമുക്ക് സബായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ സബായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പം പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഞാനിവിടെ എടുത്തെഴുതുന്നുണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് ഏതാണ്, ഫസ്റ്റ് വൺ ഏതാണ് വരുന്നത്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെ. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റഫ് എസ്റ്റിമേറ്റ് ഉണ്ട്, പിന്നെ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റഫ് എസ്റ്റിമേറ്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയുന്നതാണ്. അപ്പോൾ അതിലെ മെത്തേഡ്സ് അല്ലേ, അതിലെ മെത്തേഡ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഏതൊക്കെയാണ് മെത്തേഡ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള മെത്തേഡാണ് പെർ യൂണിറ്റ് ബേസിസ് അല്ലേ, പെർ യൂണിറ്റ് ബേസിസ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് വണ്ണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റും. തേർഡ് വൺ എന്താണ്, ക്യൂബിക്കൽ കണ്ടന്റ് അല്ലെങ്കിൽ ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റും. പിന്നെ ഫോർത്ത് വൺ എന്താണ്, ഫോർത്ത് വൺ വരുന്നതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്. ഇത്രയാണ് നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ സബായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് പെർ യൂണിറ്റ് ബേസിസ് അല്ലെ. യൂണിറ്റ് ബേസിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ബേസിസ് മെത്തേഡിൽ നമുക്ക് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് റേറ്റ് ഓഫ് ഈച്ച് ഐറ്റംസ് അല്ലെ, യൂണിറ്റ് റേറ്റ് ഓഫ് ഈച്ച് ഐറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പെർ യൂണിറ്റ് ബേസിസ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഈച്ച് ഐറ്റംസിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, അതാണ് നമ്മൾ പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് അല്ലെ, സെക്കൻഡ് വൺ ആണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിന്ത് ഏരിയ ആണല്ലേ, അതിൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരു ഏരിയ കണ്ടിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലേ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ കൺസിഡേർഡ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻസ് മാത്രമേ എടുത്തുള്ളൂ പറയുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയുന്നില്ല. പിന്നെ തേർഡ് വൺ ആണ് ക്യൂബ് റേറ്റ് അല്ലെ. ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു ക്യൂബിലെ ഈ ഒരു ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിനേക്കാളും ആക്യുറേറ്റ് ആണ്. കാരണം നമ്മൾ ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റിൽ അതിന്റെ ഹൈറ്റും കൂടെ ഒരു വാളിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമല്ല ഹൈറ്റും കൂടെ കൺസിഡർ ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടീഷൻ വാൾ കാൽക്കുലേറ്റ് ചെയ്യില്ല അല്ലെ. പാർട്ടീഷൻ വാൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത് ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റിന്റെ ഒരു ഡിമെറിറ്റ് ആണ്. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ കൺസിഡേർഡ് അല്ലേ. അതാണ് ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലേ. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ആക്യുറേറ്റ് മെത്തേഡ് ഇൻ
പ്രിലിമിനറി എസ്റ്റിമേറ്റിലാണ് കേട്ടോ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലേക്കല്ല പറയുന്നത്. പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ നമ്മൾ 4 പറഞ്ഞു. അതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലേ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ വരുന്നതാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലും ടൈപ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എന്നാണ് ഉള്ളത്, ഓർത്ത് വെക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഐറ്റം ഓഫ് വർക്ക് കണ്ടിട്ട് അതിൻ്റെ റേറ്റും ആയിട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് നെയിമാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് അല്ലേ. അതും കൂടെ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് പറയുന്ന ടൈപ്സ് അല്ലേ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ് അല്ലേ. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം അല്ലേ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്തൊക്കെയാണ് സബ് വരുന്നത്? ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. സെക്കൻഡ് വണ്ണാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. തേർഡ് വണ്ണാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ഓർ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അല്ലേ. ഫോർത്ത് വൺ എന്താണ്? ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അല്ലേ. മെയിൻ്റനൻസ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ഫോർത്ത് വൺ, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ് ഫോർത്ത് വൺ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് അല്ലേ. അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് അഡീഷണൽ വർക്ക്സ് റിക്വയർ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഒറിജിനൽ എസ്റ്റിമേറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു, ആ ഒരു എസ്റ്റിമേറ്റിൽ നിന്നും അഡീഷണൽ നമ്മൾ എന്തെങ്കിലും വർക്ക് സൈറ്റിൽ ചെയ്യുകയാണ് അല്ലേ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. എപ്പോഴാണ് നമ്മളത് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെൻ അഡീഷണൽ വർക്ക് റിക്വയർഡ് അല്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്താണ്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എക്സ്പെൻഡിച്ചർ സാങ്ഷൻ അല്ലേ, നമുക്ക് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ കിട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റിനേക്കാളും ഇപ്പം നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒറിജിനൽ സാങ്ഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്ഷൻ അല്ലേ, അതിനേക്കാളും 5% കൂടുതലാണെങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനേക്കാളും 10% കൂടുതലാണെങ്കിലും നമ്മൾ ഈ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അപ്പം ആ 2 പോയിന്റാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. എക്സ്പെൻസ് exceed greater than 5% of technical sanction or expense exceed more than 10% of administrative sanction എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് അല്ലേ. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റം എപ്പോഴാണ്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് അല്ലേ. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചെയ്യാനുള്ള അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റിനേക്കാളും 95% കുറവാണെങ്കിൽ അല്ലെങ്കിൽ
95% ഓഫ് ഒറിജിനൽ വർക്കിനേക്കാളും ലെസ് ദാൻ ആണ് നമുക്കുള്ള റിമൈനിങ് വർക്ക് എങ്കിൽ ആ ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് റിമൈനിങ് വർക്ക് ലെസ് ദാൻ 95% ഓഫ് ഒറിജിനൽ വർക്ക് അല്ലേ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ നമുക്ക് ഡിസൈനിൽ വരുന്ന ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ മെറ്റീരിയൽ റേറ്റിൽ വരുന്ന മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് ആവാം, അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് വരുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ആ ഒരു വാല്യൂസ് ഒക്കെ 95%, 10%, 5% എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ ലാസ്റ്റ് വൺ ആണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അല്ലേ. അത് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു എസ്റ്റിമേറ്റ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഓർഡറിലും അതുപോലെ തന്നെ സേഫ് കണ്ടീഷനിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടിയിട്ട് നമ്മൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യും അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ആണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1.5% ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ് ആയിരിക്കണം. ഇതെന്താണ് ഓർക്കേണ്ടത്? എസ്റ്റിമേറ്റ് എമൗണ്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1.5% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് വാല്യുവേഷൻ്റെ ആ ഒരു ഏരിയയിൽ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം അത്രയാണ് നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റിൻ്റെത് പറയാനുള്ളത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റും അതിൻ്റെ സബായിട്ട് വരുന്നതും ഇമ്പോർട്ടൻസ് പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ടെക്നിക്കൽ ടേംസ്. ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ് വരുന്നത്? ടെക്നിക്കൽ ടേംസ് നമുക്ക് ഈ ഒരു അതിൽ ഫസ്റ്റ് വണ്ണ് നമുക്ക് നോക്കാനുള്ളതാണ് BOQ. BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ BOQ എന്ന് പറയുന്നത്. BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മൾ അതുപോലെ തന്നെ റേറ്റും എമൗണ്ട് നമ്മൾ ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് ആ ഒരു അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ BOQ എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ. നിങ്ങളിപ്പോൾ അറിയാലേ, നിങ്ങളിപ്പോൾ BOQs ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ലേ. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ BOQ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. BOQ എന്തൊക്കെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് റേറ്റ്സും ക്വാണ്ടിറ്റീസും ഒക്കെ നമ്മൾ ഈ ഒരു BOQ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു BOQ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ BOQs പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അതിൽ നമ്മൾ റേറ്റും എമൗണ്ടും അല്ലേ, റേറ്റിന്റെ കോളം എമൗണ്ടിന്റെ കോളം ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ അൺഫിൽഡ് ആയിട്ട് നമ്മൾ വെക്കും. ആ ഒരു കാര്യമാണ് നമ്മൾ BOQൽ ഓർത്ത് വെക്കേണ്ടത്. എന്താണ് BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേരിയസ് item of work giving description of quantities and unit of rate എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാനുള്ളത് എന്താണ്? നമുക്ക് നോക്കാനുള്ളതാണ് കണ്ടിജൻസീസ്. ഇത് നിങ്ങൾ ഒരുപാട് എക്സാംസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും. കണ്ടിജൻസീസ് എന്നുള്ള ടേം നിങ്ങൾ എക്സാംസിലൊക്കെ ഒരുപാട് കണ്ട് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ടേം ഇൻസിഡന്റൽ എക്സ്പെൻസസ് ആണ്. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റൽ
എക്സ്പെൻസസ് എന്നാണല്ലേ ഓർക്കേണ്ടത്. എക്സ്പെൻസസ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കണ്ടിജൻസീസിൻ്റെ പെർസെൻറ്റേജ് അല്ലേ, കണ്ടിജൻസീസിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലാണെങ്കിൽ 3 to 5% ആണ് കണ്ടിജൻസീസ് എടുക്കുക. മറിച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ആണെങ്കിലോ, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിലാണെങ്കിൽ നമ്മൾ 5 to 10% ആണ് കണ്ടിജൻസീസ് എടുക്കുക. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ 3 to 5% ആണ് കണ്ടിജൻസീസ് എടുക്കുക. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ 5 to 10% ആണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാനുള്ളതാണ് സെൻറ്റേജ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജ്. ഡിപ്പാർട്ട്മെന്റൽ ചാർജ്, സെൻറ്റേജ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർവിഷൻ ചാർജ് ആണ് അല്ലേ. സൂപ്പർവിഷൻ ചാർജിനെയാണ് നമ്മൾ സെൻറ്റേജ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജ് എന്ന് പറയുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കുക? 10 to 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. എന്താണ് സെൻറ്റേജ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൂപ്പർവിഷൻ ചാർജ് ആണ്. പെർസെൻറ്റേജ് എത്രയാണ് എടുക്കുക? 10 to 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ് നോക്കാനുള്ളത്? ഇത് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ എന്തായാലും നോട്ട് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മാത്രം റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുകയെന്ന് എടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുക. ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി ഓഫ് എ ടെമ്പററി സ്റ്റാഫ് ആണ് അല്ലേ. നമ്മൾ ടെമ്പററി സ്റ്റാഫിനെയൊക്കെ വെക്കുകയാണെങ്കിൽ അവരെ സാലറിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ചാർജാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ്? സാലറി ഫോർ ടെമ്പററി സ്റ്റാഫ് അല്ലേ, അതിനെയാണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. എത്രയാണ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 to 2% ആണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റിവെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒന്നാണ് ടൂൾസ് ആൻഡ് പ്ലാൻസ് അല്ലേ. ടൂൾസ് ആൻഡ് പ്ലാൻസ് ആണ്. ടൂൾസ് ആൻഡ് പ്ലാൻസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് വർക്കിന് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് മാറ്റി വെക്കും അല്ലേ. സ്മോൾ വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് അത്രയൊന്നും ഉണ്ടാവില്ലെങ്കിലും, നമ്മൾ കറക്റ്റ് ഒരു എമൗണ്ട് കണ്ടില്ലെങ്കിലും നമുക്ക് നഷ്ടം വരില്ല അല്ലേ. പക്ഷെ ബിഗ് വർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പെർസെൻറ്റേജ് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. എത്രയാണെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് വരുന്നത് 1 to 1.5% ആണ് ടൂൾസ് ആൻഡ് പ്ലാൻസിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈൻ്റെ ചാർജസ്. ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി, വാട്ടർ സപ്ലൈ അല്ലേ. ഇതിലൊക്കെ എത്രയാണ് ചാർജ് വരുന്നത്? അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിൽ 8% ആണ് വരിക. അതുപോലെ തന്നെ സാനിറ്ററി അല്ലേ, സാനിറ്ററി ഓർ വാട്ടർ സപ്ലൈ ആണെങ്കിൽ നമ്മൾ മാറ്റി വെക്കുന്നത് 8% ആണ്. പിന്നെ അതുപോലെ തന്നെ അതർ ഫിറ്റിംഗ് ചാർജ് ഒക്കെ അല്ലേ, നമ്മൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്യേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% ആണ്. അതർ ഫിറ്റിംഗ് ചാർജ് അല്ലേ വരുന്നത് 4% ആണ്. ഇതിനെല്ലാത്തിനും കൂടെ ടോട്ടൽ എത്രയാണ് വരിക? 20% ആണ് അല്ലേ. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അല്ലേ, EMD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളൊരു ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ടും കൂടെ സബ്മിറ്റ് ചെയ്യും അല്ലേ, നമുക്കത് ഓക്കെ ആവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർസെൻറ്റേജ് വെക്കണം. ഓക്കെ ആവുന്ന സമയത്തല്ല, അല്ലാണ്ട് നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാരണ്ടി ആയിട്ട് എത്ര പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയാണ് EMD വരുന്നത്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ് EMD നമ്മൾ എടുക്കുക. 1.5 to 2% ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. നെക്സ്റ്റ് വൺ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് അല്ലേ. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എത്രയാണ്? കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എടുക്കുക
കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റിൻ്റെത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ് എടുക്കുക. 10% എന്നുള്ളത് നോക്കുക. 10% ആണ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് എസ്റ്റിമേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 6 അതിൽ എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് എക്സാക്ട് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പിന്നെ അനാലിസിസ് ഓഫ് റേറ്റ് എന്താണെന്ന് പറഞ്ഞു. ഡിറ്റർമിനിങ് റേറ്റ് ഓഫ് ആൻ ഐറ്റം ആണ് അല്ലേ, അതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡാറ്റാസ് റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റ് അല്ലേ, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡാറ്റാസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡ്രോയിങ് വേണം, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ വേണം, റേറ്റ് വേണം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാങ്ഷൻസ് ആയിരുന്നു. ഏതൊക്കെ സാങ്ഷൻസ് ആയിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ഉണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ആക്സെപ്റ്റൻസ് ഓഫ് കൺസേൺ അതോറിറ്റി അല്ലേ, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് അല്ലേ. പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാങ്ഷൻസ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. എസ്റ്റിമേറ്റിന്റെ ഡിസൈനിന്റെ ഒക്കെ സാങ്ഷനെയാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഉണ്ട് അല്ലേ. പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ സബ് ക്ലാസിഫിക്കേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് ബേസിസ് ഉണ്ട്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഉണ്ട്, ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിറ്റ് ബേസിസ് ആണെങ്കിൽ നമ്പറിനെ ബേസ് ചെയ്തിട്ട്, പ്ലിന്ത് ഏരിയ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, ക്യൂബ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൺസിഡർ ചെയ്തിട്ട്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രിലിമിനറി മെത്തേഡിൽ ആക്യുറേറ്റ് മെത്തേഡ് ആണെന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് നോക്കാനുള്ളത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, പിന്നെ അതുപോലെ തന്നെ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അല്ലേ. ഒരു സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് നമ്മൾ അഡീഷണൽ വർക്ക് റിക്വയർ ആവുന്ന സമയത്താണ് നമ്മൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് മോർ ദാൻ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷനിലുള്ള അല്ലെങ്കിൽ ഒറിജിനൽ സാങ്ഷനേക്കാളും 5%-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനേക്കാളും 10% കൂടുതലാണെങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. പിന്നെ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 95% ഓഫ് ഒറിജിനൽ വർക്ക് അല്ലേ, അത് ഓർത്ത് വെക്കുക. പിന്നെ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പാച്ച് വർക്ക്, റിപ്പയർ വർക്ക്സിന്, റിന്യൂവൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു എസ്റ്റിമേറ്റിനെയാണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇത് 1.5% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റിനേക്കാൾ കൂടാൻ പാടില്ല അല്ലേ. അപ്പം അതാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും പറഞ്ഞു. പിന്നെ നമ്മൾ ടെക്നിക്കൽ ടേംസ് ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ ടേംസിൽ വരുന്നതാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOQ ആണ് അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കണ്ടിജൻസീസ് പറഞ്ഞു. കണ്ടിജൻസീസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ വരുന്നത് 3 to 5% ആണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ 5 to 10% ആണെന്നുള്ളത് ഓർത്ത് വെക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ സെൻറ്റേജ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജ്, സൂപ്പർവിഷൻ ചാർജ് ആണ് അല്ലേ, അതിൽ പെർസെൻറ്റേജ് വരുന്നത് 10 to 15% ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് 1.5 to 2% ആണ് വരിക. ടൂൾസ് ആൻഡ് പ്ലാന്റ്സിലേക്ക് ആണെങ്കിൽ 1 to 1.5% ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് സാനിറ്ററി വാട്ടർ സപ്ലൈക്കൊക്കെ ഇലക്ട്രിഫിക്കേഷൻ 8%, സാനിറ്ററി വാട്ടർ സപ്ലൈക്ക് 8%, അതർ ഫിറ്റിംഗ് ചാർജിൽ അതിൻ്റെതൊക്കെ ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജായിട്ട് 4%. ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ 20% എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ EMDയിൽ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വരുന്നത് 1.5 to 2% ആണെന്ന് പറഞ്ഞു. പിന്നെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് നമ്മൾ എടുക്കുക എത്രയാണ്? 10% ആണ് അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
എസ്റ്റിമേഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒറ്റ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 3-4 ക്ലാസ് വെച്ചിട്ട് ഒരു കംപ്രസ്ഡ് ആയിട്ട് തീർക്കാൻ പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളിപ്പോൾ ഒരു റിവിഷൻ സീരീസ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് കിട്ടിയെന്ന് വിചാരിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങളടുത്ത് ബുക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു റിവിഷൻ സീരീസ് ആയിട്ട് മാത്രം ഇതിനെ കാണാം. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മുന്നത്തെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അതേ രീതിയിൽ തന്നെ പഠിച്ചു വരിക. കറക്റ്റ് നമ്മൾ റിവിഷൻ സീരീസ് നിങ്ങൾ പഠിച്ചിട്ട് കാണുന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, റിവിഷൻ സീരീസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് ഈ റിവിഷൻ സീരീസ് മാത്രം കണ്ടാൽ പോരാ, ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ആവുക അല്ലേ. അപ്പം ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പം എക്സാമും നമ്മൾ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. എക്സാംസിനൊക്കെ കറക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എഴുതുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ഗ്രേഡ് 1 മാത്രം ആവില്ല അല്ലേ. ഗ്രേഡ് 1 സിലബസ് വെച്ച് നിങ്ങളിപ്പോൾ പഠിക്കുക. എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാമിനോട് നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് സിലബസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് പെർമനന്റ് മെമ്മറിയിലേക്ക് മാറുന്ന രീതിയിൽ കറക്റ്റ് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് മാറുന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ സെറ്റ് ആയിരിക്കില്ലേ, അതൊന്ന് ഓർഡർ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.